ഹലോ ഗൈസ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അരുൺ. ഇപ്പോൾ നമ്മളെവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു 2 വീലർ ആവശ്യമുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ 2 വീലർ ഇല്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യണം? നമ്മുടെ സുഹൃത്തുക്കളുടെ അതിനെ വണ്ടി മേടിച്ചിട്ട് ഓടിച്ചിട്ടുണ്ടോ? എടാ ഒന്ന് വണ്ടിയാണ് ഇപ്പൊ വയറക്കും. നിങ്ങൾക്ക് റെന്റ് കാർ എന്നുള്ള പരിപാടി നിങ്ങൾക്ക് അറിയാമായിരിക്കും. റെന്റ് ബൈക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ റെന്റ് 2 വീലർ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അത് നമ്മുടെ തമിഴ്നാട്, ബാംഗ്ലൂര്, ഗോവ ആ സൈഡിലേക്കൊക്കെ ഉണ്ട്. ചെന്നൈ, ബാംഗ്ലൂർ, ഗോവ സൈഡിലേക്കൊക്കെ ഉള്ളതായിട്ട് നമ്മുടെ ഇവിടെ അത് അത്രത്തോളം ഉണ്ടെന്നുള്ള ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം ഞങ്ങൾ അവിചാരിതമായിട്ട് പോയപ്പോഴാണ് ഈ ഒരു സ്ഥാപനം കണ്ടത്. സ്ഥാപനത്തെ പറ്റി ഞങ്ങൾ പറയാം. അപ്പോൾ ഈ ബൈക്ക് അല്ലെ 2 വീലർ റെന്റിന് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടെന്നുള്ളത് നമ്മൾ ഇതിൽ പോയപ്പോൾ അവിചാരിതമായിട്ട് കണ്ടാണ്. അപ്പൊ അത് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങൾ കൊച്ചിയിൽ ഇപ്പൊ നമ്മൾ പറയുന്നത്, നമ്മുടെ ലൊക്കേഷൻ കൊച്ചിയാണെന്ന് എല്ലാവർക്കും അറിയാം. കൊച്ചിയിലാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും ഒരുപാട് കാറുകൾ റെന്റ് കൊടുക്കുന്ന സ്ഥാപനത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ബൈക്കിന്റെ കാര്യം നമ്മൾ അരുൺ പറഞ്ഞ പോലെ നമ്മൾ അത് ഇഷ്ടപ്പെടും. നമ്മൾ കണ്ടു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമുക്ക് അറിയില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അറിയാവുന്നവരുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയാട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് 2 വീലർ എടുക്കുന്നത്, ഏതാണ് ഈ സ്ഥാപനം, എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് കൊടുത്താണ് വണ്ടി കൊടുക്കും, ഏതൊക്കെ വണ്ടി കൊടുക്കും, എത്രയൊക്കെ സമയത്തേക്കാണ് വണ്ടി കൊടുക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തുടങ്ങാം. വലിച്ചിടുന്നില്ല ഗായ്സ്, നമുക്ക് വീഡിയോ തുടങ്ങുമ്പോൾ ഇവിടെ നിൽക്കുന്നത് പരിചയപ്പെടാം. നമ്മളിപ്പോ നിൽക്കുന്നത് പടമുകളിലാണ്. EVM ഗ്രൂപ്പിന്റെ കഫേ റൈഡേഴ്സ് എന്നുള്ള ഒരു ബ്രാഞ്ചിലാണ് നിൽക്കുന്നത്. ഈ കഫേ റൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ബൈക്ക് റെന്റിന് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. EVM ഗ്രൂപ്പാണ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് ഇവിടുത്തെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാനും മുമ്പ് നമുക്ക് ആളെ പരിചയപ്പെടാം. പേരെന്താണ് വരുന്നത്? എന്റെ പേര് ജോൺ. ജോൺ ഇവിടുത്തെ ടീം ലീഡറാണ്. അപ്പോ ഈ ഒരു സ്ഥാപനം EVM ഗ്രൂപ്പിന്റെ ആണല്ലേ? അപ്പൊ എന്താണ് ഈ കഫേ റൈഡേഴ്സ് എന്നുള്ള കൺസെപ്റ്റ്? നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പോ ബൈക്ക് റെന്റൽസ് ആണ്. 4 വീലർ സെക്ഷൻ ഉണ്ട്, അത് EVM വീൽസ് ആണ് നോക്കുന്നത്. നമ്മൾ 2 വീലർ സെക്ഷൻ കഫേ റൈഡ്സ് എന്ന് പറഞ്ഞിട്ട് EVM ടേക്ക് ഓവർ ചെയ്തിട്ട് ഇപ്പൊ ഒരു 3 yearsന്റെ അടുത്തായിട്ടുണ്ടാവും. നമ്മളിപ്പോ സ്റ്റാർട്ടിംഗ് റേഞ്ച് 640 ആക്റ്റീവ തൊട്ട് ഹൈ എൻഡ് ബൈക്ക് BMന്റെ 310R വരെയുണ്ട്, G310R വരെയുണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് പേർക്ക് അറിയേണ്ട ഒരു കേസാണ്, എന്തൊക്കെ പ്രൂഫാണ് ഈ ഒരു വണ്ടി ബൈക്ക് റെന്റിന് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് പറയാമോ? നമ്മൾ വണ്ടി എടുക്കാനായിട്ട് മെയിൻ ആയിട്ട് നോക്കുന്ന ഒരു വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ലൈസൻസ് നമുക്ക് ഒരാളോട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് പരിവാഹൻ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് വേലാണെങ്കിൽ വണ്ടി കൊടുക്കുള്ളൂ. അതായത് ആൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്കാണെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. ലൈസൻസ് ഒക്കെ ആണെങ്കിൽ അതിപ്പോ ഹിസ്റ്ററി, സസ്പെൻഡ് ഹിസ്റ്ററി ഒക്കെ ഉള്ള ലൈസൻസ് ആണെങ്കിൽ വണ്ടി കൊടുക്കില്ല. ഇപ്പൊ വേലാണെങ്കിലും നമ്മൾ ഹിസ്റ്ററി ഒക്കെ ചെയ്യുമ്പോൾ മുന്നേ സസ്പെൻഡ് ചെയ്തുള്ള ഒരാളുടെ ലൈസൻസ് ആണെന്ന് വെച്ചാൽ വണ്ടി കൊടുക്കില്ല. അത് നമ്മൾ നോക്കണം. പിന്നെ അതുപോലെ വേറെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ്? ആധാർ കാർഡ് മതി, ഏതെങ്കിലും ഒരു ID പ്രൂഫ്, അല്ലെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ട്. ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന ആൾക്കാണെങ്കിൽ ആധാർ കാർഡ് ഉണ്ടാവില്ല, പാസ്പോർട്ട്. ഇപ്പൊ ഫോറിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്. അതായത് ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ആധാറും ലൈസൻസും മതി. പിന്നെ ഫോറിനേഴ്സ് ആണെങ്കിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റും ഡ്രൈവിംഗ് ലൈസൻസും വേണം. പാസ്പോർട്ടിന്റെ ഒരു കോപ്പി. അപ്പൊ നമ്മൾ വിശദമായിട്ട് ഇപ്പൊ അതായത് ഫോറിനേഴ്സ് വരെയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡിലേ ഉണ്ടാവോ? ഇല്ല, ഡിലേ ഒന്നുമില്ല. മാക്സിമം ഒരു 10 to 15 minutes അതിനുള്ള ബുക്കിംഗ്. നമുക്കൊരു ഫോം ഉണ്ട്, അവിടെ ഫോം ഉണ്ട്. ഈ ഒരു ഫോം ഫില്ല് ചെയ്യണ ടൈമാണ് പിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗൈസ് ഇപ്പൊ ഇതാണ് ഒരു ഫോം വരുന്നത്. അപ്പൊ ഇത് നമ്മ ഡീറ്റെയിൽ ആയിട്ട് ഈ ഫോം കാണിക്കുന്നതാണ്. പിന്നെ നമുക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ബുക്കിംഗ് നടത്താൻ പറ്റും? ബുക്കിംഗ് നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട്, caferides.com ഓൺലൈൻ വെബ്സൈറ്റ് ഇപ്പൊ ആക്റ്റീവ് ആണ്. നമുക്ക് വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഓഫ്ലൈൻ ആയിട്ട് വന്നാലും മതി. വാക്കിൻ വരുന്ന കസ്റ്റമേഴ്സ് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ബുക്കിംഗ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻക്വയറീസിന് വേണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ കോൺടാക്ട് നമ്പർ വിളിച്ചാൽ മതി. 24/7 കോൾസ് ഒക്കെ ആക്റ്റീവ് ആണ്. പാലറിംഗ് ആണ്, കോളൊന്നും മിസ്സാവില്ല, എപ്പോൾ വിളിച്ചാലും കോളൊക്കെ. അപ്പൊ നിങ്ങളുടെ ടൈമിങ്ങും കാര്യങ്ങളും എങ്ങനെ വരുന്നത്? ഇപ്പോ പ്രസന്റ്ലി വർക്ക് ചെയ്യുന്നത് 9 to 6 ആണ്. ടൈമിംഗ് ഒക്കെ ഷിഫ്റ്റ് ആകാനുള്ള പ്ലാനിംഗ് ഒക്കെ ഉണ്ട്. ഫ്യൂച്ചറിൽ 24/7 ആയിരിക്കും ടൈമിംഗ്. അപ്പൊ ഇനി നമുക്ക് അറിയാനുള്ളത്, ഇതിപ്പോ നിങ്ങൾക്ക് വേറെ എവിടെയൊക്കെ ബ്രാഞ്ച് ഉള്ളത്? നമുക്ക് മെയിൻ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ പടമുകളോ ഹോണ്ടയിലാണ്. നമുക്കിപ്പോ വിങ്സ് ആയിട്ട് ഇവിടെ നോർത്തിലും സൗത്തിലും റെയിൽവേ സ്റ്റേഷനിൽ കറന്റ്ലി വർക്കിംഗ് ആണ്. ഇനി ഞങ്ങൾ ഇത് വിശദമായിട്ട് നോക്കാൻ നേരത്ത് കണ്ടായിരുന്നു. ആദ്യമായി സ്റ്റാർട്ട് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. അപ്പൊ പറയുന്നുണ്ടായിരുന്നു കേരളത്തിലുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനിലേക്കും വ്യാപിക്കുമെന്ന്. തൃശ്ശൂർ വരെയുള്ള റെയിൽവേയിൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു 4 monthsനുള്ളിൽ എല്ലായിടത്തും ഓപ്പൺ ആവും. ഏതൊക്കെ റെയിൽവേ സ്റ്റേഷനിലുണ്ട്? ഇപ്പൊ നോർത്തിലും സൗത്തിലും വർക്കിംഗ് ആണ്. അത് കൂടാതെ ഉള്ളത് നമ്മുടെ പടമുകളിലാണ്.
പിന്നെ കാറിന്റെ ഒരു ഇത് നിങ്ങൾക്കില്ലേ കാർ വീൽസ് ആണ് ചെയ്യുന്നത്. നമ്മുടെ കമ്പനിയാണ് EVM കമ്പനിയാണ്, പക്ഷെ വേറെ സെക്ഷനാണ്. ബൈക്കും EVM വീൽസ് കാർസ്. ഗായ്സ് അപ്പൊ ഇവിടെ ഒരുപാട് സ്കൂട്ടറുകളും ബൈക്കുകളും ഇരിക്കുന്നുണ്ട്. നമുക്ക് കാറ്റഗറൈസ് ആയിട്ട് നമുക്ക് ആ സ്കൂട്ടറിലേക്ക് കടക്കാം. നമുക്ക് സ്കൂട്ടേഴ്സിൽ ഇപ്പൊ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഓക്കെ, ഏകദേശം ഒരു 3 ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. നമുക്കൊരു ഓൾമോസ്റ്റ് 30 നമ്പർ ഉണ്ട്. ഇതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ വണ്ടി റണ്ണിങ് ആണ്. അത് 315 രൂപയാണ് പെർ ഡേ രണ്ട് വരണേ. സ്കൂട്ടേഴ്സിനാവുമ്പോ പെർ ഡേ, സ്കൂട്ടേഴ്സ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് പെർ ഡേ 315 റുപ്പീസ് ആണ് വരുന്നത്. 24 hours. നമ്മൾ വണ്ടി തരുമ്പോ ഒരു ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഫുൾ ചാർജ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുക. 315 രൂപയ്ക്ക്. ഇതിപ്പോ GST ഉൾപ്പെടെയാണോ? GST ഉൾപ്പെടെ 315 ഇലക്ട്രിക്കിന്. അപ്പോ വീക്ക്ലി ആവുമ്പോ എങ്ങനെയായിരിക്കും? വീക്ക്ലി ആകുമ്പോൾ നമുക്ക് അതിലൊരു 20% ഓഫർ ഉണ്ടാവും. ഓക്കെ, പെർ ഡേയിൽ 20% ടോട്ടൽ ഇൻറ്റു 20% ഓഫർ ഉണ്ടാവും. പിന്നെ മന്ത്ലി ആണെങ്കിൽ 50% ഓഫർ. 4700 രൂപയ്ക്ക് വരുന്നുള്ളൂ ഒരു മാസത്തേന് എടുക്കുമ്പോ. 4700 നമ്മൾ വണ്ടി കൊടുക്കുമ്പോ ഫുൾ ചാർജ് ചെയ്തിട്ടാ കൊടുക്കുക. വണ്ടിയുടെ ചാർജറും നമ്മൾ വണ്ടിയുടെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെൽമെറ്റും ഹെൽമെറ്റ് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഒരു ഹെൽമെറ്റ് നമ്മൾ വണ്ടിയുടെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അഡീഷണൽ ഹെൽമെറ്റ് വേണമെങ്കിൽ 50 റുപ്പീസിന് കൊടുക്കും. അതല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ധരിച്ചാൽ. പിന്നെ നോർമൽ സ്കൂട്ടേഴ്സിന്റെ കാര്യം എങ്ങനെയാ വരുന്നത്? പിന്നെ നമ്മുടെ കയ്യിൽ വരുന്നത് ആക്ടിവ 6G ആണ്. ലാസ്റ്റ് ഇറങ്ങിയ ആക്ടിവ 500 ആണ് വിത്തൗട്ട് GST വരണേ. GST അടക്കം ഒരു 640 റുപ്പീസ് വരും. GST അടക്കം 640. ഇലക്ട്രിക് ആകുമ്പോൾ 315. നോർമൽ സ്കൂട്ടേഴ്സ് പെട്രോൾ ആകുമ്പോൾ 640 വരും. അതിനും പെർ വീക്ക് 20% ഓഫ് ഉണ്ടോ? എല്ലാ വണ്ടിക്കും നമ്മൾ ഓഫേഴ്സ് ചെയ്യും. നമ്മളൊരു ഒരാഴ്ചത്തേന് എടുക്കുകയാണെങ്കിൽ 20% ഓഫർ ഉണ്ടാവും. 2 ആഴ്ചത്തേക്ക് ആകുമ്പോൾ ഒരു 30, 3 ആഴ്ചയ്ക്ക് ആകുമ്പോൾ 40, മന്ത്ലി 50. ഓക്കെ, മന്ത്ലി 50, വീക്ക്ലി 20, പെർ ഡേ നോർമൽ റേറ്റ്. അപ്പോ ഇതാണ് സ്കൂട്ടേഴ്സ് സെക്ഷൻ വരുന്നത്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ബൈക്കുകൾ പരിചയപ്പെട്ടാലോ? ബൈക്കാകുമ്പോൾ നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടിയിട്ടിരിക്കുന്നത് പുറത്തിരിക്കുന്ന മോഡലാണ്. ഏതായിരുന്നു? BMW ആണ്. ഓക്കെ, BM ആകുമ്പോ റേറ്റിന്റെ കാര്യത്തിൽ എങ്ങനെ വരുന്നത് പെർ ഡേ? BM ആകുമ്പോൾ നമുക്ക് പെർ ഡേ ഒരു 1560 സംതിങ് വിത്തൗട്ട് GST വരുന്നുണ്ട്. GST ആകുമ്പോൾ ഏകദേശം GST അടക്കം 2000 റുപ്പീസ് വരും. പെർ ഡേ 2000. നമുക്ക് ഈ വണ്ടിക്ക് മാത്രം 2000 റുപ്പീസ് ഡെപ്പോസിറ്റ് നമ്മൾ വാങ്ങുന്നുണ്ട്. ലക്ഷറി ടൈപ്പ്. കാരണം അത് തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ പൈസ റീഫണ്ട് ചെയ്യും. വണ്ടിക്ക് ഡാമേജസ് ഒന്നും ഇല്ല, വേറെ കാര്യങ്ങളും കുഴപ്പങ്ങളൊന്നും. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പോലെ 2000 രൂപ. അത് വണ്ടി റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു മോഡലിന് മാത്രമേ ഉള്ളൂ, വേറെ വണ്ടിക്ക് ഡെപ്പോസിറ്റ് ഇല്ല. BMW കാറ്റഗറി. ഈ വണ്ടിക്കും ഓഫേഴ്സ് ഒക്കെ സെയിം ആണ്. വീക്ക്ലി, ബൈ വീക്ക്ലി, മന്ത്ലി. അതായത് 2000 രൂപ ഏകദേശം പെർ ഡേ. 2000. വീക്ക്ലി ആകുമ്പോൾ 20%, മന്ത്ലി ആകുമ്പോൾ 50%. ഇപ്പൊ ഈ ഒരു മാസം കൂടാതെ ഒരു ആൾക്ക് അതിൽ കൂടുതലും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഉദാഹരണത്തിന് ഇപ്പൊ പ്രവാസികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ ചിലപ്പോ 1-2 മാസത്തേക്ക് 4 മാസത്തേക്ക് എടുക്കുന്നവരുണ്ട്. അവരാണ് കൂടുതലും അങ്ങനെ നോക്കാം എടുക്കുന്നത്. അതായത് ഒരു മാസത്തേക്ക് അവർ എടുക്കും, എന്നിട്ട് മന്ത് അവരുടെ ടൈം പീരീഡ് കഴിയുമ്പോൾ അവർ എക്സ്റ്റെൻഡ് ചെയ്യും, പുതുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്താലും 50% ഓഫർ ഉണ്ട്. 50 എന്ന് പറയുമ്പോൾ 15 ആണോ 50% ഡിസ്കൗണ്ട്. അപ്പൊ ഒരു കണക്കിന് നോക്കുമ്പോൾ മന്ത്ലി എടുക്കലായിരിക്കും ലാഭം. നല്ലത്. ലോങ് ടൈം യൂസ് ആണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി എടുക്കണമായിരിക്കും ലാഭം. പിന്നെ വൺ ഡേ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് ആവശ്യം വരുന്നവരായിരിക്കും. അപ്പോ ബൈക്കിന്റെ കാര്യം എങ്ങനെ വരുന്ന? ബൈക്കിൽ ഇപ്പൊ നമ്മുടെ 3 മോഡൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം പോയേക്കാണ്. ഇരിക്കണത് ഒരെണ്ണം ഹോർനെറ്റ്. പുതിയ വണ്ടിയാണ്, ബസ് സർവീസ് ആയിട്ടുള്ളൂ. അധികം ഓടാത്ത വണ്ടികളെല്ലാം പുതിയ വണ്ടികളാണ്. ഇത് ഹോർനെറ്റിനാകുമ്പോ നമ്മൾ പെർ ഡേ 1182 രൂപ വരും. GST അടക്കം 900. ഹോർനെറ്റും നോർമൽ ബൈക്കുകളൊക്കെ എല്ലാം സെയിം റേറ്റ് ആണോ? അല്ല, മോഡൽ അനുസരിച്ച് റേറ്റ് മാറുന്നുണ്ട്. ഹോർനെറ്റിനാകുമ്പോ 1182 രൂപ വരും. പുതിയ വണ്ടിയാണ്, ബസ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. പുതിയ വണ്ടിയാണ്. വണ്ടിയൊക്കെ നമ്മൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണതാണ്. എക്സ്ബ്ലേഡ് ആകുമ്പോൾ വിത്തൗട്ട് GST ഒരു 800 രൂപ വരും. 800 രൂപ വിത്തൗട്ട് GST വരും. GST അടക്കം ഒരു 1024 രൂപ വരും. വണ്ടിയൊക്കെ പുതിയ വണ്ടി നമ്മളിപ്പോ ഫ്ലീറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ബൈക്കുകൾക്ക് സ്റ്റാർട്ടിംഗ് ഒരു 1200 നമുക്ക് പറയാം. ഇതിലും കുറഞ്ഞ വണ്ടിയുണ്ട്, ഷൈനില്. ഈ ഞാനൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടികളുടെ CC അനുസരിച്ചാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഏകദേശം അങ്ങനെ വല്ലതും ഉണ്ടോ? മോഡൽ BMW ലക്ഷറി കാറ്റഗറിയാണ്. CC കൂടുതലാണ്, ഏകദേശം 2000 പ്രൈസ് അനുസരിച്ചിട്ടാണ് വണ്ടിയുടെ പ്രൈസ് അനുസരിച്ച്. അപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഉള്ളതിൽ ഏറ്റവും സ്റ്റാർട്ടിങ് കുറഞ്ഞ ബൈക്ക് ഹോണ്ടയുടെ ഷൈനാണ്. അതിപ്പോ നമുക്ക് അവൈലബിൾ ഓട്ടം പോയേക്കാണ്. അതിന് 768 രൂപ വരും. GST അടക്കം. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ 768 രൂപക്ക് ബൈക്കും ഏകദേശം 640 രൂപയ്ക്ക് സ്കൂട്ടർ അവൈലബിൾ ആണ്. അപ്പോ വേറെ ഏതൊക്കെ വണ്ടി ഉണ്ട് നമുക്ക്? ഇതല്ല, പിന്നെ പുറത്തേക്ക് സ്റ്റാൻഡേർഡ് 500 8 നമ്പർ ഉണ്ടായിരുന്നത്. ഇത് വെച്ച് ബാക്കിയെല്ലാം പോയേക്കാണ്. ട്രിപ്പ് പോയേക്കാം. ബുള്ളറ്റിന്റെ റേറ്റ് എത്ര വരണം? ബുള്ളറ്റ് 1152.
1152 രൂപ. അതായത് ഈ ഒരു സ്റ്റാൻഡേർഡ് 500 ആണ് വരുന്നത്. ഓക്കെ. വീക്കിലി ആകുമ്പോ ഇതിനും ഓഫേഴ്സ് ഒക്കെ എല്ലാ ഓഫേഴ്സ് എല്ലാ വണ്ടിക്കും സെയിം. അതിലിപ്പോ സീസിങ് കാറ്റഗറീസ് ലക്ഷറി അങ്ങനെയൊന്നും ഏത് വണ്ടി എടുത്താലും വീക്കിലി 20 മന്ത്ലി 50%. അപ്പോ ഇതൊക്കെയാണ് സംഭവങ്ങള്. പിന്നെ വേറെ വണ്ടി ഏതൊക്കെയുണ്ട്? ഹോണ്ടയുടെ ഹൈനസ് ഉണ്ട്, CB350 പുതിയ മോഡൽ CB350 ഉണ്ട്. അതിനാകുമ്പോ പെർ ഡേ 1408 വരും GST അടക്കം. ഇപ്പൊ ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൂടി PM ആണ്. ഇതിപ്പോ ഒരെണ്ണം ഉള്ളൂ നമ്മുടെ ഒരെണ്ണമുള്ളൂ. അപ്പൊ ഇതിന്റെ എൻക്വയറിയും കാര്യങ്ങളും എങ്ങനെയുണ്ട്? അത്യാവശ്യം വരുന്നത്? അത്യാവശ്യം ഇപ്പൊ ഈ അടുത്ത ആഴ്ച തൊട്ട് ഈ വണ്ടി ഇല്ല, ഇപ്പൊ തന്നെ പ്രീ ബുക്ക്ഡ് ആണ്. ഓൾമോസ്റ്റ് വണ്ടിക്കൊക്കെ ബുക്കിംഗ് ഉണ്ട് അടുത്ത ആഴ്ച. ഈ മന്ത് സീസൺ ആണല്ലോ. അപ്പൊ നിങ്ങളെ ബ്രാഞ്ച് എവിടെയെങ്കിലും പുതിയ തുടങ്ങുന്നുണ്ടോ? നമ്മളിപ്പോ ആലുവയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചാലക്കുടി ഞാൻ പറഞ്ഞില്ല, ട്രിവാൻഡ്രം തൊട്ട് തൃശ്ശൂർ വരെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി നോർത്തിലും സൗത്തിലും വർക്കിംഗ് ആണ്. ഓൾറെഡി ഉണ്ട്. അവിടെ ഏതൊക്കെ വണ്ടി ഉണ്ടാവും പറയുന്നത്? അവിടെ നമ്മൾ ഈ പ്രീമിയം ടൈപ്പ് ബൈക്സ് ഒന്നും വെക്കുന്നില്ല. നോർമൽ ടൈപ്പ് സ്കൂട്ടേഴ്സ്, ഷൈൻ, ബുള്ളറ്റ് ഉണ്ടോ? ബുള്ളറ്റ് ഇല്ല. കുറച്ചുകൂടി കൂടിയ വണ്ടികളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഡെലിവറി കൊടുക്കുന്നത്. കസ്റ്റമേഴ്സ് അവിടെ റിക്വസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ഡെലിവറി ചെയ്ത് കൊടുക്കും. ഇപ്പൊ എന്റെ ലൊക്കേഷൻ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ പടമുകൾ പള്ളിയുടെ തൊട്ട് ഓപ്പോസിറ്റ് വരുന്നത്. നമ്മുടെ ഷോറൂം EVMന്റെ ഷോറൂമിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോ ഇത്രയും വണ്ടികളാണല്ലോ ഇവിടെ ഏകദേശം ഉള്ളത്. പിന്നെ വേറെ സംശയം ഉള്ളത്, ഇപ്പൊ നമ്മള് ഒരു ആക്സിഡന്റ് കാര്യങ്ങൾ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു വണ്ടി നമ്മ റെന്റിന് കൊടുക്കുകയാണ്. അപ്പൊ ആക്സിഡന്റ് കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ നമുക്ക് നോക്കാം. ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാം. ഇൻ കേസ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ആക്സിഡന്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു സംഭവങ്ങൾ എങ്ങനെയായിരിക്കും? ആക്സിഡൻസ് ഒക്കെ വരാണെങ്കിൽ ഇറ്റ് ഡിപ്പെൻസ് എന്ന് പറയണം. കാരണം നമുക്കൊരു 10,000 റുപ്പീസിന് മുകളിൽ പോകുന്ന ക്ലെയിം ആണെങ്കിൽ നമുക്ക് വണ്ടി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. വണ്ടിക്കൊക്കെ ഇൻഷുറൻസ് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ വണ്ടി തട്ടിയ ജൂറിസ്ഡിക്ഷനിൽ വെച്ചിട്ടുള്ള സ്റ്റേഷനിൽ പോയിട്ട് GD എൻട്രി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഞാൻ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. റെന്റ് വണ്ടി എടുക്കണം നമ്മ, ഇതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, നമ്മൾ അതിന്റെ പുറകെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇൻഷുറൻസ് ഒക്കെ വരുമ്പോഴത്തേന്ന് പറഞ്ഞാൽ നമ്മൾ മിനിമം ഒരു 2 വീക്സ് എങ്കിലും വണ്ടി കയറ്റി വെക്കണം. വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടാനായിട്ട് സർവേയർ ഒക്കെ വന്ന് വണ്ടി ചെക്ക് ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയുടെ കേസ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ വിളിച്ച് വരും പറയണം. നമ്മൾ വിളിച്ച് വരുമ്പോൾ പറയണം. അപ്പൊ ഇവിടെ നിന്ന് ആരെങ്കിലും പോയി നോക്കി വണ്ടി ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോകും. വാൻ കൊണ്ടായി വണ്ടി പിക്ക് ചെയ്ത് കൊണ്ടുവരും. പിന്നെ വേറെ കാര്യങ്ങൾ, നിങ്ങളിപ്പോ വണ്ടി കൊടുക്കാൻ നേരത്ത് കേസ് ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി കൊടുക്കുമ്പോൾ 4 സൈഡ് ഫോട്ടോ പ്ലസ് ഒരു വീഡിയോ, കിലോമീറ്റർ റീഡിങ്, കസ്റ്റമർ ഒരു ഫോട്ടോ അതൊക്കെ എടുത്തിട്ട് വിടാം. എല്ലായിടത്തും അങ്ങനെ വണ്ടിയും ഉള്ള ഡാമേജ് അല്ലാണ്ട് പുതിയൊരു ഡാമേജ് വരുമ്പോഴാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതിന്റെ ചാർജ് ഡിപ്പെൻസ് ആയിരിക്കും. ഹോണ്ടയുടെ വണ്ടികളാണ് കൂടുതലും. നമ്മൾ റിട്ടേൺ വരുന്ന സമയത്ത് ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് സർവീസ് സെന്ററിലേക്ക് കൊണ്ടുപോകും. അഡ്വൈസറാണ് പേയ്മെന്റ്. അത്രേ വാങ്ങുള്ളൂ. നമ്മൾ ഓവറായിട്ടൊന്നും ചാർജ് ചെയ്യില്ല. മിതമായ നിരക്ക്. അഡ്വൈസർ എത്ര പേയ്മെന്റ് വേണോ ആ പേയ്മെന്റ് നമ്മൾ വാങ്ങുള്ളൂ. അത് കസ്റ്റമറേയും കൊണ്ടാണ് നമ്മൾ സർവീസ് സെന്ററിൽ പോകുന്നത്. അതെല്ലാം നമ്മൾ നോക്കണമല്ലോ, കാരണം നമുക്ക് ഇനി ഇത് റെന്റിന് കൊടുക്കാനുള്ള വണ്ടികളാണല്ലോ. അപ്പൊ ഇത്രയൊക്കെയാണ് വിശേഷം. പിന്നെ വേറെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്? ആധാർ കാർഡ്, ലൈസൻസ് മതി. ആധാർ കാർഡ്, ലൈസൻസ്. പിന്നെ നമ്മൾ പേയ്മെന്റ് ക്യാഷ് അക്സെപ്റ്റ് ചെയ്യില്ല, മാത്രമേ ഉള്ളൂ. ജിപേ കാർഡും ഇല്ല. നമുക്ക് QR കോഡ് ഉണ്ടാവും കമ്പനിയുടെ, അതിലേക്ക് സ്കാൻ ചെയ്ത് അത് അല്ലെങ്കിൽ പിന്നെ NEFT എന്തെങ്കിലും പറ്റുമോ? ലെഫ്റ്റ് ആയാലും കുഴപ്പമില്ല, നമുക്ക് കമ്പനിയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ അങ്ങനെ ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഏകദേശം 640 രൂപയുള്ള സ്കൂട്ടേഴ്സിന് വരുന്നത് എത്ര കിലോമീറ്ററിലേക്കാണ് വരുന്നത്? നമ്മളെല്ലാ വണ്ടിക്കും ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും ഏത് പ്രൈസ് റേഞ്ചുള്ള വണ്ടിയാണെങ്കിലും കിലോമീറ്റർ 150 ആണ്. വൺ ഡേക്ക് 24 ഹവേഴ്സിന് 150 കിലോമീറ്റർ. അതിന് കൂടുതലായി കഴിഞ്ഞാൽ എങ്ങനെയാണ്? കൂടുതലാവാണെങ്കിൽ ഇപ്പൊ ആക്റ്റീവയ്ക്കാണ് ഏറ്റവും കുറവ് വരണേ. പെർ കിലോമീറ്റർ 2 രൂപ വെച്ച് വരും. 2 രൂപ ഒരു കിലോമീറ്ററിന് 2 രൂപ വെച്ചിട്ട് 150 കിലോമീറ്ററിന് മുകളിൽ പോവാണെങ്കിൽ ഒരു കിലോമീറ്റർ 2 രൂപ വെച്ച് ചാർജ് ചെയ്യും. അതായത് 150 കഴിഞ്ഞുള്ള അടുത്ത കിലോമീറ്റർ 2 രൂപ ചാർജ് ചെയ്യും. ആക്റ്റീവയ്ക്കും ഷൈനും, ഹോണ്ടയുടെ ഷൈൻ പറഞ്ഞില്ലേ, അതിനിപ്പോ ഈ ഹോർണറ്റിന് എങ്ങനെ? ഹോർണറ്റിനൊക്കെ 5 രൂപ വരണം. ഹോർണറ്റ് ബുള്ളറ്റിനൊക്കെ 5 രൂപ വരണം. BM-ന് 10 രൂപ വെച്ച് വരും. 10 രൂപ. അപ്പൊ അത് വീക്ക്ലി ആണെങ്കിലും ഒരു കാൽക്കുലേഷൻ എക്സ്ട്രാ. വീക്ക്ലി ആണെങ്കിൽ നമുക്ക് 150 into 7 അതിലും പെർ ഡേ, അതായത് അഡീഷണൽ ആകുമ്പോ 2 രൂപ. അത് ടോട്ടൽ ആണല്ലോ വരും. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് വണ്ടി റിട്ടേൺ ആകുമ്പോഴാണ് കിലോമീറ്റർ റീഡിംഗ് എടുക്കുക. ടോട്ടൽ 1 വീക്കിന് നമുക്കൊരു 1050 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. 150 വെച്ച് 180 അല്ലേ പറഞ്ഞത്? 150 150 കിലോമീറ്റർ 150 കിലോമീറ്റർ. അപ്പൊ ഒരു 1050 കിലോമീറ്റർ 1050 കിലോമീറ്റർ ഉണ്ടാവും ഒരു വീക്കിന്റെ പാക്കേജ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ 1050ക്ക് മുകളിൽ പോവാണെങ്കിൽ നമ്മൾ ചാർജ് ചെയ്യുള്ളൂ. ഒരാഴ്ചയിലുള്ള വണ്ടി തിരിച്ച് റിട്ടേൺ വരുമ്പോൾ 1050ക്ക് മുകളിൽ പോവാണെങ്കിൽ ചാർജ് ചെയ്യും. വീക്കിലി ആയാലും മന്ത്ലി ആയാലും പെർ കിലോമീറ്ററിന് എക്സ്ട്രാ നോർമലി 2, പിന്നെ 5 കിലോമീറ്ററിന് നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. അത് അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. അതായത് നോർമലി സ്റ്റാർട്ടിങ് 2 രൂപ, പിന്നെ 5 രൂപ, പിന്നെ ഉള്ളത് BM-ന് 10. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ അഡീഷണൽ ചാർജസ് വരുന്നത്. അപ്പൊ ഇനി ഒരു കാര്യം ചോദിക്കാം, ഒരു കസ്റ്റമർ എന്നല്ല, ഞാനിപ്പോ ഒന്ന് വണ്ടി എടുത്ത് ഫോണാക്കി വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയോ എന്തെങ്കിലും സംഭവമൊക്കെ ചെയ്ത് ഞാൻ എന്തെങ്കിലും നിങ്ങൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്?
ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ബ്രേക്ക് ഡൗണോ കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ നമ്മളെ വിളിച്ച് ഇൻഫോം ചെയ്യാം. വണ്ടി എടുക്കുമ്പോൾ ലോങ് ട്രിപ്പ് പോവുകയാണ്, ഇപ്പൊ ഞാനിപ്പോ ഒരു മൂന്നാർ പോവുകയാണ്, ആ പോണ വഴിക്ക് എനിക്ക് വണ്ടിയുടെ ചെയിൻ പൊട്ടുകയോ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് എന്തായിരിക്കും അതിന് ചെയ്യാൻ പറ്റും? നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി തരുന്ന പർട്ടിക്കുലർ സ്റ്റാഫിന്റെ നമ്പർ തരും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്യാണ്, ബ്രേക്ക് ഡൗണോ കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ നമ്മളെ വിളിക്കാം. ഏത് ടൈമിൽ വേണമെങ്കിൽ വിളിക്കാൻ കുഴപ്പമില്ല. നമ്മൾ വിളിച്ച് ഇൻഫോം ചെയ്യണം. ഇപ്പൊ നിയർ ബൈ എവിടെയെങ്കിലും വെച്ചിട്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ സ്റ്റാഫിനെ വിടും. ഇപ്പൊ ലോങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എത്തുമ്പോൾ ടൈം ആവുമല്ലോ. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ മൂന്നാർ പോയിട്ട് സംഭവിച്ചു, ഞാനിപ്പോ കയ്യിൽ നിന്നൊക്കെ പൈസ കൊടുത്തിട്ട് അത് മാറ്റി കഴിഞ്ഞാൽ ബില്ലും കാര്യങ്ങളും മെക്കാനിക്കൽ സൈഡ് ഫുള്ള് കംപ്ലീറ്റ്ലി നമ്മുടെ സൈഡാണ്. ഇപ്പൊ നിങ്ങൾ അവിടെ എത്ര പൈസ, ഇപ്പൊ ഈവൻ എത്ര പൈസ ചെലവാക്കിയാലും വിത്ത് പ്രൂഫ് ആയിട്ട് ബില്ല് കയ്യിൽ കൊണ്ടുവന്നത് നമ്മൾ വിളിച്ച് ഇൻഫോം ചെയ്യണം. വണ്ടിക്ക് ഇന്നൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടുണ്ട്, ഇത്ര പൈസ അതിന് ചെലവാകുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. അതിന്റെ ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഫണ്ട് നമ്മൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കും, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്ക് പറയാനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇവർ ഇൻഫോം ചെയ്യുക, അതിനുശേഷം പ്രോപ്പർ ആയിട്ട് നമ്മളെ വണ്ടി വഴിക്കാവില്ല. ഇൻ കേസ് ഇപ്പൊ നമ്മുടെ വണ്ടികളല്ല നമുക്ക് പറയാൻ പറ്റില്ല, എന്തെങ്കിലും ടെക്നിക്കലായി വരും പ്രോപ്പർലി ചെക്ക് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു വണ്ടി റിട്ടേൺ വരുമ്പോഴേക്കും നമ്മളത് ചെക്ക് ചെയ്യും പ്രോപ്പറായിട്ട്. ഹോണ്ടയുടെ വണ്ടികളുള്ളപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയ വണ്ടി വരെ നിങ്ങളുടെ കൊടുക്കാറുണ്ട്? ഞാനിപ്പോ പറഞ്ഞില്ല, ഇതൊക്കെ പുതിയതായിട്ട് നമ്മുടെ ഫ്ലീറ്റിൽ ആഡ് ചെയ്തേക്കണതാ. ഉള്ളതിലിപ്പോ ഒരു 80% ഓഫ് വണ്ടികളും പുതിയ വണ്ടികളാണ്. ഞാൻ ചോദിച്ചെന്ന് പറയാം, ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയ വണ്ടി കൊടുക്കാം? ആവറേജ് ഒരു 2000 കിലോമീറ്റർ, 2000-5000 അത്രയ്ക്ക് ഓടിയിട്ടുണ്ടാവുള്ള വണ്ടികൾ. അത് കൂടുതൽ ഓടിയ വണ്ടികൾ നിങ്ങൾ റീസെയിൽ നമ്മള് ഭയങ്കരമായിട്ട് പഴക്കമായിട്ടുള്ള വണ്ടികളും കിലോമീറ്റർ ഓവറായിട്ടുള്ള വണ്ടികൾ നമ്മൾ കൊടുക്കില്ല, ഡീഫ്ലീറ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന വണ്ടികൾ ഏകദേശം 2000 കിലോമീറ്റർ ഓടിയ വണ്ടികൾ, ആവറേജ് ഒരു 5000 കിലോമീറ്റർ. അപ്പൊ ഇത്രയും വിവരങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടുത്തെ കൂടുതൽ വിവരങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ബുക്ക് ചെയ്യണമെങ്കിൽ ആ കോൺടാക്ട് നമ്പറിൽ വിളിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈറ്റ് ഉണ്ടല്ലേ, caferiders.com, ആ സൈറ്റിന്റെ ഡീറ്റെയിൽസും കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് കയറുക, ബുക്ക് ചെയ്യുക. കൂടുതൽ വിവരങ്ങളൊക്കെ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഗായ്സ്, അപ്പൊ എങ്ങനെയാണ് ഒരു വണ്ടി റെന്റിന് എടുക്കണ്ടേ, അല്ലെ 2 വീലർ എങ്ങനെയാണ് റെന്റിന് എടുക്കണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് മാക്സിമം ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്നിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്പറിൽ വിളിച്ചേക്ക്, അവർ മനസ്സിലാക്കി തരും. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇടുവാണെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിന്ന് മനസ്സിലായത് കൂടുതലും മന്ത്ലി എടുക്കുന്നതാണ് ലാഭം. 50% ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് ഒരു മാസത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 15 ദിവസത്തെ പൈസ കൊടുത്താൽ മതി. പിന്നെ കൂടുതലും നമുക്ക് പറയുകയാണെങ്കിൽ പ്രവാസികൾ അവരിപ്പോ വന്നു കഴിഞ്ഞാൽ കൂടുതലും സുഹൃത്തുക്കളുടെ വണ്ടിയോ എന്തൊക്കെയാണ് ആശ്രയിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ അതായത് അവരെപ്പോഴും നാട്ടിലുണ്ടാവില്ലല്ലോ. അപ്പൊ ഒരു വണ്ടി എടുത്ത് സ്വന്തമായിട്ട് എടുത്തു വെക്കാന്ന് പറഞ്ഞാൽ അവര് തിരിച്ച് ഗൾഫിലേക്ക് പോകുമ്പോ വണ്ടി വേസ്റ്റ് ആവും. അതൊക്കെ പേര് ചെയ്യുന്നത് വണ്ടി എടുത്തു കഴിഞ്ഞ് ഗൾഫിൽ പോകുമ്പോൾ വണ്ടി എവിടെയെങ്കിലും വക്കാലിക്ക് സുഹൃത്തുക്കൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവർ കച്ചവടം ചെയ്യുക. എന്നിട്ട് തിരിച്ച് നാട്ടിൽ വരുമ്പോഴായിരിക്കും അവർക്ക് ഒരു 2 വീലറിന്റെ ആവശ്യം വരുന്നത്. അങ്ങനെയുള്ളവർക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു പരിപാടിയാണ് ബൈക്കായാലും കാറായാലും. അപ്പൊ നമ്മൾ പരിചയപ്പെടുത്തിയത് ബൈക്കാണ്. കാറിന്റെ വേറെ ഉണ്ടല്ലേ? കാറിന്റെ വീഡിയോ, കാർ ആവശ്യമുള്ളവർക്ക് വേണ്ടി നമുക്ക് കാറിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 50% കാറ് 50% ആൾക്കാരാണ് ആൾക്കാരാണ് നമ്മള്. അതെ. അപ്പോ വേറെ ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. അപ്പൊ വൈൻഡപ്പ് ചെയ്താലോ? ഗായ്സ്, അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതെല്ലാം ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.